എല്ലാ മാന്യപ്രേക്ഷകർക്കും ഓണാശംസകൾ. ഓണം എന്നാൽ സംഗീതത്തിൻ്റെ കാലം കൂടെയാണ്. ഓണപ്പാട്ടും തുയിലുണർത്തുപാട്ടും നാടൻ പാട്ടുമെല്ലാം മലയാളികളുടെ മനം കവരുന്ന കാലം. ഇന്ന് ഈ ഓണദിനത്തിൽ ഒരു സംഗീത വിരുന്നാണ് പ്രേക്ഷകർക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. അതിനായി നമ്മൾക്കൊപ്പം ചേരുന്നത് പ്രശസ്ത മൃദംഗ വിദ്വാൻ ഡോക്ടർ ബാബുരാജ് പരിയാനംപറ്റയാണ്. നമസ്കാരം മാഷേ. നമസ്കാരം. എന്താണ് നമ്മുടെ പ്രേക്ഷകർക്കായി ഇന്ന് ഈ ഓണദിനത്തിൽ അവതരിപ്പിക്കുന്നത്? വലിയ സന്തോഷം ആദ്യം തന്നെ അറിയിക്കട്ടെ. പാലക്കാട് ജില്ലയിലെ സാംസ്കാരിക മേഖലയിൽ ഏകദേശം 3 വർഷത്തോളമായി സജീവമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു സാംസ്കാരിക കൂട്ടായ്മയാണ് പരിയാനംപറ്റ സാംസ്കാരിക വേദി. ആ സാംസ്കാരിക വേദിയുടെയും പിന്നെ 1500 വേദികൾ പിന്നിട്ട ജൈത്രയാത്ര തുടരുന്ന നാദവൈഖരി മ്യൂസിക് ബാൻഡിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നമ്മൾ ഇന്ന് ഈ ഓണ പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നത്. മലയാളി ഹൃദയത്തോട് നെഞ്ചേറ്റിയ ഒട്ടേറെ നാടൻ ശീലുകൾ, അത് സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന നാടൻ ശീലുകൾ കോർത്തിണക്കിക്കൊണ്ട്, അതുപോലെ തന്നെ മലയാളി ഇഷ്ടപ്പെടുന്ന ഭജൻസും അതുപോലെ തന്നെ തിരുവാതിരക്കളിയുടെ കുമ്മി പാട്ടുകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു വൈവിധ്യമാർന്ന സംഗീത വിരുന്നാണ് നമ്മളിന്നിവിടെ ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, കേരളത്തിൻ്റേതായ തനതായ വാദ്യങ്ങൾ, ചെണ്ടയും മിഴാവും ഇടക്കയും ഒക്കെ ചേർന്ന് വരുന്ന തനതായ വാദ്യരൂപങ്ങളുടെയും അതുപോലെ തന്നെ സംഗീതവാദ്യങ്ങളുടെയും ഒരു മുന്നൊരുക്കത്തോടുകൂടി വയലിനാണ് അതിലേക്ക് നേതൃത്വം കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു വലിയ ഉപകരണങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഓണവിരുന്നിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ പറയുമ്പോൾ തന്നെ കേൾക്കാൻ വല്ലാത്ത ആകാംക്ഷയാണ് തോന്നുന്നത്. നമുക്കപ്പോൾ ആദ്യ ഗാനത്തിലേക്ക് കിടക്കാം. കറുകറെ കാറുമുകിൽ ഇന്നിപ്പോൾ
ഈ വീട്ടുമുറ്റത്ത് പൂക്കളം ഒരുക്കിയ ആളുകളൊക്കെ ഇതുപോലെ ആശങ്കയിലായിരിക്കും. ഈ കൊമ്പനാനപ്പുറത്ത് കാർമേഘം വന്ന അവരുടെ ആ പൂക്കളമൊക്കെ അല്ലേ? തീർച്ചയായിട്ടും അത് പക്ഷേ ഓണം എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയുടെ കാലഘട്ടമാണ്. അപ്പോൾ കാർമേഘങ്ങൾ വന്നാലും ആ കാർമേഘങ്ങളൊക്കെ മാറി നന്മയുള്ളൊരു മനസ്സ് സമൂഹത്തിനുണ്ടാവും എന്ന വലിയൊരു പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ ഈ ഓണം നമുക്ക് തരുന്നത്. ഏതായാലും ഈ ഓണം, ഈ ഇങ്ങനത്തെ ഒരു ഓണാഘോഷ വേളയിൽ പരിയാനംപറ്റ സാംസ്കാരിക വേദി എന്ന് പറയുന്ന വലിയൊരു കൂട്ടായ്മ ഏകദേശം 3 വർഷത്തോളമായി വള്ളുവനാടിൻ്റെ സാംസ്കാരിക ഭൂമികയിൽ അടയാളപ്പെടുത്തലുകൾ ഒട്ടേറെ നടത്തിയ ഒരു വലിയൊരു സാംസ്കാരിക കൂട്ടായ്മയാണ് പരിയാനംപറ്റ സാംസ്കാരിക വേദി. ആ സാംസ്കാരിക വേദിയോടൊപ്പം നാദവൈഖരി മ്യൂസിക് ബാൻഡ് കൂടി ചേർന്നാണ് ഈ സംഗീത വിരുന്ന് ഒരുക്കുന്നത് എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. നമുക്ക് അങ്ങനെ അടുത്ത ഗാനത്തിലേക്ക് കൂടെ കടന്നാലോ? തീർച്ചയായിട്ടും.
ആലായാൽ തറ വേണം അടുത്തൊരമ്പലം വേണം, ഏതൊരു മലയാളിക്കും ഗൃഹാതുരത്വം ഉണർത്തുന്ന പാട്ട്. ഇനിയും ഒരുപാട് പാട്ടുകളുണ്ട്. പക്ഷേ ഈ കറുകറ കാർമുകിലായാലും ആലായാൽ തറ വേണമായാലും ഒക്കെ മലയാളികളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള പാട്ടുകളായിരിക്കും. ഇനി ഏതാണ് അടുത്തതായിട്ട് നമ്മൾ? തീർച്ചയായിട്ടും മലയാളികൾ ഈ പല പല തരത്തിലുള്ള പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ ഓണമാണ്, പ്രത്യേകിച്ചും ഒരു ഭജൻ, നല്ലൊരു ഭജൻ ആയിക്കോട്ടെ എന്നുള്ളൊരു ഇതിലാണ് അപ്പോൾ നമ്മൾ അടുത്ത പാട്ട് ചെയ്യുന്നത്. തീർച്ചയായും.
മിഴാവിൻ്റെ പെരുക്കവും ചെണ്ടയുടെ മുഴക്കവും കാതുകൾക്ക് ഇമ്പമേകാൻ ഇതിൽ പരം എന്ത് വേണമല്ലേ. അപ്പോൾ നമ്മൾ സംഗീത വിരുന്നിൻ്റെ അവസാന ഭാഗത്തേക്ക് കിടക്കുകയാണ്. പക്ഷേ ഇനി ഏതൊക്കെ പാട്ടുകളാണ് നമുക്കുള്ളത്? മലയാളി എന്നും ഇഷ്ടപ്പെടുന്ന മലയാളത്തിൻ്റെ ശീലികളായിട്ടുള്ള ഒരു തിരുവാതിരക്കളിയുടെ പാട്ടാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത്. കുമ്മി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു പാട്ട്, അതോടൊപ്പം മലയാളി ഇഷ്ടപ്പെടുന്ന ഓണപ്പാട്ട് കൂടി, മാവേലി നാടുവാണിടും എന്ന ആ ഓണപ്പാട്ട് കൂടി നമ്മൾ അങ്ങനെയാണ് അവസാനത്തെ സെഷൻ നമ്മൾ ചെയ്യുന്നത്. ഇനി ഒപ്പം എനിക്ക് വലിയൊരു സന്തോഷം, എന്നോടൊപ്പം പങ്കെടുത്ത കലാകാരന്മാർ, ഇന്ന് മിഴാവ് വായിച്ചത് വളരെ പ്രശസ്തനായിട്ടുള്ള മിഴാവ് വിദ്വാൻ, കേരള കലാമണ്ഡലത്തിലെ മിഴാവ് വിഭാഗത്തിൻ്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ശ്രീ അച്യുതാനന്ദൻ അവറുകളാണ്. അദ്ദേഹം കേരള കലാമണ്ഡലത്തിലെ അക്കാദമി കോർഡിനേറ്റർ കൂടിയാണ്. ഒരു സന്തോഷം കൂടിയുണ്ട്. ഒപ്പം ഒരു ചെണ്ട വാദന രംഗത്ത് ശ്രദ്ധേയമായൊരു യുവപ്രതിഭയാണ് ശ്രീ വിപിൻ പരിയാനംപറ്റ. അദ്ദേഹമാണ് നിലത്താളം കൈകാര്യം ചെയ്തത്. നല്ലൊരു അഭിനേതാവ് കൂടിയാണ് അദ്ദേഹം. പിന്നെ ഇന്ന് വയലിൻ വായിച്ചത്, വയലിൻ രംഗത്ത് വളരെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച ഒരു യുവ പ്രതിഭയാണ് ശ്രീ വൈഷ്ണവ് പരിയാനംപറ്റ. അതോടൊപ്പം തബലയിൽ ശ്രീ ദീപക് തൃശ്ശൂർ, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു തബല കലാകാരനാണ്. ഒട്ടേറെ വേദികളിൽ നാദവൈഖരി മ്യൂസിക് ബാൻഡിലെ സ്ഥിര സാന്നിധ്യമാണ് ദീപക്കിനോടൊപ്പം ഇന്ന് റിഥം ഹാൻസോണിക്ക് വായിച്ചത് ശ്രീ വിവേക് പരിയാനംപറ്റ. RLV സംഗീത കോളേജിലെ MA മൃദംഗ വിദ്യാർത്ഥിയാണ്. ഒപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ കൂടിയാണ് കഴിഞ്ഞ BA ബിരുദത്തിൽ. ചെണ്ട വായിച്ചത് ചെണ്ടവാദന രംഗത്ത്, തായമ്പക രംഗത്തും മേളരംഗത്തുമൊക്കെ ശ്രദ്ധേയനായിട്ടുള്ള ശ്രീ അനിൽ ബാലുശ്ശേരിയാണ്. അനിൽ നല്ലൊരു സംവിധായകനാണ്, അതോടൊപ്പം ഗാനരചയിതാവാണ്, ഒരു ബഹുമുഖ പ്രതിഭ കൂടിയാണ്. ഇങ്ങനെ എല്ലാം കൊണ്ടും നിറഞ്ഞ ഒരു ടീമാണ് ഇന്ന് നാദവൈഖരി മ്യൂസിക് ബാൻഡിനൊപ്പം ഈ സാംസ്കാരിക വേദിയോടൊപ്പം, പരിയാനംപറ്റ സാംസ്കാരിക വേദിയോടൊപ്പം ഈ ഓണവിരുന്നിൽ പങ്കെടുത്തത്. തീർച്ചയായും ഇവരെല്ലാം ചേർന്നപ്പോൾ പ്രേക്ഷകർക്ക് അത് വലിയൊരു വിരുന്നായി എന്ന് തന്നെ വേണം. വലിയ സന്തോഷം. നമുക്ക് അവസാന ഗാനത്തിലേക്ക് കൂടെ കിടക്കാം അല്ലേ? പക്ഷെ ഓരോ പാട്ടും അതിമനോഹരം എന്നുള്ളത് തന്നെയാണ്. വളരെ നന്ദിയുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളും അതുപോലെ തന്നെയാണ്. വളരെ വലിയ സന്തോഷത്തിലാണ് ജനം TV-യുടെ ഈ ഓണവിരുന്നിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള ഹൃദയം നിറഞ്ഞ സന്തോഷം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഒപ്പം എല്ലാ മലയാളികൾക്കും അതുപോലെ തന്നെ ജനം TV-യുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ നാദവൈഖരി ടീമിൻ്റെയും പരിയാനംപറ്റ സാംസ്കാരിക വേദിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. തീർച്ചയായും പ്രേക്ഷകർക്കെല്ലാം ഒരിക്കൽ കൂടി ജനം TV-യുടെ ഓണാശംസകൾ.